ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UPSA 2020 നവംബറിൽ നടന്ന എക്സാമിൻ്റെ സൈക്കോളജിയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ്. ആദ്യം നിങ്ങൾ ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ വായിച്ചിട്ട് അതിലേതാ ഉത്തരം എന്ന് കൺഫേം ചെയ്യുക. സ്വന്തം തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ്. ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, കർമ്മോത്സുകത അപകർഷത. എന്താണ് കർമ്മോത്സുകത അപകർഷത? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തുനിന്ന് വന്നതാണ്? മനോസാമൂഹിക വികാസം. എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസം. 8 പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് അല്ലേ? വിശ്വാസം, അവിശ്വാസം, സ്വാശ്രയത്വം, ലജ്ജ, മുൻകൈ എടുക്കൽ, കുറ്റബോധം, കർമ്മോത്സുകത, അപകർഷത, വ്യക്തിത്വ സ്ഥാപനം, വ്യക്തിത്വ പ്രതിസന്ധി, ഗാഠബന്ധം, ഏകാകിത്വം, ഉൽപാദനക്ഷമത, ഗതിരോധം, ഊർജ്ജസ്വലത, നിരാശ. അതിൽ സ്കൂൾ സ്റ്റേജാണ് ചോദിച്ചിട്ടുള്ളത്. കർമ്മോത്സുകത അപകർഷത, അല്ലെങ്കിൽ കർമ്മോത്സുകത അധ്വാനം എന്നും പറയും. അധ്വാനം അപകർഷത അല്ലെങ്കിൽ കർമ്മോത്സുകത അപകർഷത, സ്കൂൾ സ്റ്റേജ്. ക്വസ്റ്റ്യനിൽ അധ്വാനം എന്ന് കണ്ടാലും കർമ്മോത്സുകത എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കർമ്മോത്സുകത അപകർഷത ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. സ്കൂൾ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. അതായത് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്താണ്, ഊർജവും ഉന്മേഷവും നിറഞ്ഞ കുട്ടികൾ പലതരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം. ഇതിനുള്ള അവസരങ്ങൾ കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ കർമ്മോത്സുകത അധ്വാനശീലത്തിന് പകരം അപകർഷതാബോധമായിട്ട് മാറുന്നു. ഇതിനുള്ള അവസരങ്ങൾ കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ അധ്വാനശീലത്തിന് പകരം എന്തായിട്ട് മാറുന്നു? അപകർഷതാബോധം. അതായത് ഐ ആം നോട്ട് ഓക്കെ എന്ന് തോന്നുന്നു. ഈ ഘട്ടത്തെ എറിക്സൺ വിളിച്ചത് ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ്. ജീവിതത്തിലേക്കുള്ള പ്രവേശനം ഏത് ഘട്ടമാണ്? കർമ്മോത്സുകത അപകർഷത, ജീവിതത്തിലേക്കുള്ള പ്രവേശനം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് ഏതാണ്? സുരക്ഷിതത്വം അല്ലേ? സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീഡ്. ഞാനിതിലെ ആൻസേഴ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ, കാരണം ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചാൽ നിങ്ങളെ മനസ്സിലേക്ക് അത് പതിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആൻസർ മാത്രം വായിക്കാമെന്ന് വിചാരിച്ചത്. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഏറ്റവും താഴെ, അതായത് ആദ്യം വരുന്നത് ഏതാ? ഫിസിയോളജിക്കൽ നീഡ്, ശാരീരിക ആവശ്യം. രണ്ടാമത് സേഫ്റ്റി നീഡ്, സുരക്ഷ ആവശ്യം. അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹബന്ധം. എന്താണ് സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. അടുത്തത് എസ്റ്റീം നീഡ്സ്, ബഹുമതി ആവശ്യം, ആദര സംബന്ധമായത് അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ പറയുന്നത്. എസ്റ്റീം നീഡ്സ്, ബഹുമതി ആവശ്യം. നെക്സ്റ്റ് എന്താ വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളെവിടെ എത്തി? ആത്മസാക്ഷാത്കാരം. സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണ്? ആത്മസാക്ഷാത്കാരം. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി ഓർഡറിൽ ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്, ശാരീരിക ആവശ്യം. സേഫ്റ്റി നീഡ്, സുരക്ഷ ആവശ്യം. ലവ് ആൻഡ് ബിലോങ്ങിങ്, സ്നേഹബന്ധം അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക. എസ്റ്റീം നീഡ്സ്, ബഹുമതി ആവശ്യം, ആദരസംബന്ധമായ അഭിമാനം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണാം കേട്ടോ.
അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ, എന്താണ്, ആത്മസാക്ഷാത്കാരം, വളർച്ച ആവശ്യം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ബുദ്ധിയുടെ ജി ഫാക്ടർ, അതായത് ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പെടാത്തത് ഏത്? ഏതാണ്? പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്നതാണ് ബുദ്ധിയുടെ ജി ഘടകത്തിൽ പെടാത്തത്. നമ്മൾ ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറിയിൽ പഠിക്കുന്നുണ്ട്. ജനറൽ ഫാക്ടർ, അതായത് ജി ഫാക്ടർ, പൊതുഘടകം, സ്പെസിഫിക് ഫാക്ടർ, വിശിഷ്ട ഘടകം എന്ന ഈ 2 ഫാക്ടറെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജനറൽ ഫാക്ടർ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി സവിശേഷമാണ്. ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി സവിശേഷമാണ്. ജി ഫാക്ടർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജന്മസിദ്ധവും സ്ഥിരവുമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയം കൂടുന്നു. അതായത് ജന്മസിദ്ധവും സ്ഥിരവുമാണ് ജി ഫാക്ടർ, ജനറൽ ഫാക്ടർ. അതായത് ജനിക്കുമ്പോൾ തന്നെയുള്ള ഘടകമാണ് ജി ഫാക്ടർ. അപ്പോൾ അത് പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ്. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ് ഏതാണ്? ഓപ്ഷൻ ബി, പ്രതിരോധ കൗൺസിലിംഗ്. പ്രതിരോധ കൗൺസിലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. പഠിതാവ് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? പഠിതാവ് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? ആരുടേതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ആത്മാദരം, ആത്മാഭിമാനം. ആത്മാദരം, ആത്മാഭിമാനം, ആത്മാവബോധ സിദ്ധാന്തം ആരുടേതാണ്? ആരുടെ തിയറിയാണ് സെൽഫ് തിയറി? ആത്മാവബോധ സിദ്ധാന്തം. ആത്മാദരം, ആത്മാഭിമാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാനവികതാവാദത്തിൻ്റെ പിതാവായ കാൾ റോജേഴ്സ്, മാനവികതാവാദത്തിൻ്റെ പിതാവായ കാൾ റോജേഴ്സിൻ്റെതാണ് സെൽഫ് തിയറി അല്ലേ? ആത്മാവബോധ സിദ്ധാന്തം. കാൾ റോജേഴ്സിൻ്റെ തിയറിയുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക. അതിൽ കാൾ റോജേഴ്സിൻ്റെ തിയറിയുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ആരുടെ ആശയമാണ്? റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദിയായ ഭാഷാ അധ്യാപകനായ വൈഗോട്സ്കിയുടേത് അല്ലേ? അതായത് വൈഗോട്സ്കിയുടെ തിയറിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താണ് പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായനാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കി വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. വായനാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കി വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് പ്രതിക്രിയാധ്യാപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് കേട്ടറ്റിന് തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് എന്താ? ചിത്രത്തിൽ
8 രേഖാഖണ്ഡങ്ങളെ 4 രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? ഏതാ? സാമീപ്യ നിയമം. സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. അതായത് 8 എണ്ണം ഉണ്ട്, പക്ഷെ അത് 4 രേഖാഖണ്ഡങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇത് ഏത് ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? ഗസ്റ്റാൾട്ടിസത്തിലെ ചില പഠന നിയമങ്ങളുണ്ട് അല്ലേ? ലോസ് ഓഫ് പെർസെപ്ഷൻ, പഠന നിയമങ്ങൾ ഏതൊക്കെയാ? സാമ്യതാ നിയമം, സാമീപ്യ നിയമം, സമ്പൂരണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, തുടർച്ചാ നിയമം. 4 നിയമങ്ങളാണ് പറയുന്നത്. സാമ്യത, സാമീപ്യ, സമ്പൂരണ അല്ലെങ്കിൽ പരിപൂർത്തി, തുടർച്ചാ നിയമം. അതിൽ ഇവിടെ പറയുന്നത് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. എന്താണ്? അടുത്തടുത്തുള്ളവയെ കൂട്ടം കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണത, അതാണ് ഈ നിയമത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തടുത്തുള്ളവയെ കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണതയാണ് ഈ നിയമത്തിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2 ജോഡികൾ വീതമുള്ള 6 ചതുരങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതായത് 2 ജോഡികളുള്ള 6 ചതുരങ്ങൾ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലേ? ധാരണ, അനുസ്മരണം, ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. ഇത് 3ഉം എന്താണ്? ഓർമ്മയുടെ ഘടകങ്ങളിൽ പെടുന്നതാണ്. ഓർമ്മയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ലേണിംഗ്, റിറ്റൻഷൻ, റീകോൾ, റെക്കഗ്നീഷൻ. 4 ഘടകങ്ങളാണുള്ളത്. ലേണിംഗ് അഥവാ പഠനം, ധാരണ. 2ാമത്തത് റിറ്റൻഷൻ, നിലനിർത്തൽ. 3 റീകോൾ, പുനഃസ്മരണ, അനുസ്മരണം. 4 റെക്കഗ്നീഷൻ, തിരിച്ചറിവ്. 1 ലേണിംഗ്, പഠനം അല്ലെങ്കിൽ ധാരണ. 2 റിറ്റൻഷൻ, നിലനിർത്തൽ. 3 റീകോൾ, പുനഃസ്മരണ എന്നും പറയും, അനുസ്മരണം. 4 റെക്കഗ്നീഷൻ അല്ലെങ്കിൽ തിരിച്ചറിവ്. അപ്പോൾ ഇവിടെ ധാരണ, അനുസ്മരണവും തിരിച്ചറിവ് 3ഉം വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാ? മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കൂടുതൽ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? ഇവിടെ കാലിക വയസ്സ്, അതായത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വയസ്സ്, ക്രോണോളജിക്കൽ ഏജ് എത്ര പറഞ്ഞിട്ടുള്ളത്? 13 വയസ്സ്. മാനസിക വയസ്സ്, മെൻ്റൽ ഏജ് എത്ര പറഞ്ഞിട്ടുള്ളത്? 8. അപ്പോൾ ഇവിടെ IQ എങ്ങനെ കണ്ടെത്തുക? ബുദ്ധിമാനം IQ = MA/CA × 100 ആണല്ലോ ഇക്വേഷൻ. MA മെൻ്റൽ ഏജ്, മാനസിക വയസ്സ്, ബൈ ക്രോണോളജിക്കൽ ഏജ് × 100. അപ്പോൾ 8/13 × 100 അല്ലേ വരിക? അപ്പോൾ എത്രയും വരിക? 61 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ IQ നമുക്ക് കിട്ടി, 61 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഭാഗം നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് നോക്കുക. മന്ദബുദ്ധികളെ വീണ്ടും 3 വർഗ്ഗം. ഈ ഭാഗം നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മന്ദബുദ്ധികളെ നമുക്ക് വീണ്ടും 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? മൂഢബുദ്ധി, ക്ഷീണബുദ്ധി, ജഡബുദ്ധി. മൂഢബുദ്ധി എന്ന് പറയുമ്പോൾ 50 to 69 വരെയാണ് മൂഢബുദ്ധി. 25 to 49 വരെ ക്ഷീണബുദ്ധി, 25 താഴെ ജഡബുദ്ധി. അപ്പം നമുക്കിവിടെ കിട്ടിയത് എത്രയാ? 61. അതുകൊണ്ട് 50 to 69 ഇടയിലാണ് വരുന്നത്. അപ്പോൾ അതേതാ? മൂഢബുദ്ധി. അപ്പം നമ്മളെ ആൻസർ മൂഢബുദ്ധി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിയാഗവേഷണം ആരാണ്? സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറി. ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറി. എന്താണ് ക്രിയാഗവേഷണം? ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഗവേഷണ പദ്ധതിയാണ് ക്രിയാഗവേഷണം. ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഗവേഷണ പദ്ധതിയാണ് ക്രിയാഗവേഷണം. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറി. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജിയിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതൊന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.